ഹലോ 10 വർഷം കഴിഞ്ഞിട്ട് നമുക്കുണ്ടാവുന്ന സ്കിൽസും നമുക്കുണ്ടാവുന്ന ജീവിതാനുഭവങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കില്ലേ? നമ്മളതനുസരിച്ച് പ്രവർത്തിക്കും, നമ്മളതനുസരിച്ച് അടിപൊളിയാവാൻ ശ്രമിക്കും. എന്നാൽ ഇങ്ങനെ ശക്തി കിട്ടിയ ഒരു കൂട്ടുകാരൻ്റെ കഥ കേട്ടാലോ? ഡ്രാഗൺ ക്രിംസ് എന്ന് പറഞ്ഞ ആനിമയെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു ഫാൻറ്റസി ലോകത്ത് ഡ്രാഗൺസ് ഉണ്ട്, ഹ്യൂമൻസ് ഉണ്ട്. ഈ ഡ്രാഗൺസിനെ ഹണ്ട് ചെയ്ത് കൊല്ലണവരെ വിളിക്കുന്ന പേരാണ് ഡ്രാഗൺ ഹണ്ടേഴ്സ്. ഇങ്ങനത്തെ ഒരു ഡ്രാഗൺ ഹണ്ടറായ നമ്മുടെ കഥാനായകൻ ഒരു സിറ്റി ആക്രമിക്കുകയാണ്. അപ്പോൾ തൻ്റെ കൺമുന്നിൽ തൻ്റെ കൂട്ടുകാരെ കൊല്ലൂ എന്ന് കണ്ടപ്പോൾ തൻ്റെ ഫ്യൂച്ചറിലെ ശക്തിയും സ്കിൽസും അതുപോലെ നമ്മുടെ ജീവിതാനുഭവങ്ങളൊക്കെ പുള്ളി കിട്ടുകയാണ്. ഈ അറിവ് വെച്ചുകൊണ്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് ഡ്രാഗൺസിനെ കൊല്ലും, അതുപോലെ തന്നെ ആ ലോകത്തെ രക്ഷിക്കുന്നു, വളരെ അടിപൊളിയായിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ വളരെ ട്വിസ്റ്റുള്ളൊരു ആനിമിയാണ്. ഇതിനകത്ത് ഓരോ ഡ്രാഗൺസിനും ഓരോരോ ശക്തികളും, അതുപോലെ തന്നെ ഇവർക്ക് ഒട്ടും പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ സിൽവർ എന്ന് പറഞ്ഞ മെറ്റലാണ്. ഈ സിൽവർ എന്ന് പറഞ്ഞ മെറ്റലും വെച്ചുകൊണ്ട് ഇവർ ഈ ഡ്രാഗൺസിനെ ഫൈറ്റ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കാണിച്ചിരുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി ട്വിസ്റ്റുകളും നല്ല ആനിമേഷൻ ഉള്ള ഒരു ആനിമയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ആനിമി കണ്ടു നോക്കൂ. സീ യു സൂൺ.